2 ചെറുപ്പക്കാരെന്നെ കാണാൻ വന്നു. എന്നോട് വന്ന് കാണാൻ വന്ന് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ക്രിയേറ്റീവ് ഏജൻസിയാണ്. അപ്പം ഞാൻ ഓൾറെഡി രാജാണ് ഏറ്റവും വലിയ ക്രിയേറ്റീവ് ഏജൻസി. അല്ലെങ്കിൽ നമ്മൾ അല്ല, ഞാനങ്ങനെ മോശമല്ല, രാജ്യം മോശമല്ല. ഇവന്മാർ വന്നിട്ട് 2 പേര് വന്നിട്ട് പറഞ്ഞു, ഷൈജു കമാൽ എന്ന ഒരാളുടെ പേര് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ലോഗോ തീരെ പോരാന്ന്. എൻ്റെ എല്ലാം ഞാൻ അത്രയും കാലം നമ്മുടെ ചിന്തയാണല്ലോ, നമ്മുടെ ഈ ബ്രാൻഡിന്റെ ലോഗോ എഴുതി വെച്ചത് അത് കണ്ടിട്ടാണ് ആൾക്കാർ വാങ്ങുന്നത്. അപ്പം ഞാൻ ചിന്തിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അത് സാർ അത് ശരിയല്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞു, എന്താ ശരിയല്ലാത്തത്? അപ്പോൾ കുറേ ഒത്തിരി കുറ്റം പറയാം. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ശരിയായ ഒരു ലോഗോ ഉണ്ടായിക്കൊണ്ടാണ് പറഞ്ഞു. വെറുതെ ചുമ്മാ എനിക്ക് പറയാൻ തോന്നിയാണ്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇവർ വരുമൊന്നുമില്ല എന്ന് വിചാരിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഇവരുണ്ട്. ഇപ്പോൾ ഉള്ള ലോഗോ വെച്ച് CD, ഒരു കവർ, ഒരു വിസിറ്റിംഗ് കാർഡ്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം ആൾക്കാർക്ക് കൊണ്ടുവരുന്നത്. ഇതെല്ലാം കൊണ്ടുവന്ന് ചോദിക്കുക, എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. നല്ല രസമായിട്ടുണ്ടല്ലോ എനിക്ക് തോന്നുക. പക്ഷേ എൻ്റെ മനസ്സിൽ എൻ്റെ ലോഗോ തന്നെ വലിയ ലോഗോ, കാരണം ഞാൻ കണ്ട് ഇരിക്കുന്ന ലോഗോ അതല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ വനിതയിൽ സ്പ്ലിറ്റ് എഡിഷനിലൊക്കെ മലപ്പുറത്ത് തുടങ്ങി. ഒരു മാസത്തിൽ 3 മാസം കൂടുമ്പോൾ ഒരു ക്രിസ്മസ് ഓണമൊക്കെ സമയത്ത് പരസ്യമൊക്കെ കൊടുത്തു തുടങ്ങി, പതുക്കെ കൊടുത്തു തുടങ്ങിയിരുന്നു. അപ്പം ഇതൊക്കെ വന്നപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചു, ഇങ്ങനെ ലോഗോ മാറ്റുന്നതിനെ കുറിച്ച് എന്തെങ്കിലും. എല്ലാവരും എന്നോട് ഒരേപോലെ എതിർക്കാൻ തുടങ്ങി. ശരിയല്ല, കാരണം നീ ഇത്രയും പരസ്യം ചെയ്യണമല്ലേ, നിങ്ങൾ എൻ്റെ ടീം എല്ലാവരും സെയിൽസ്മാൻമാരും. പക്ഷെ എനിക്കിവർ കൊണ്ടുവന്ന് ഇഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ഇച്ചിരി എന്നോടൊക്കെ ഒരു അസൂയയും കുറച്ച് വെറുപ്പൊക്കെ ഉള്ള 2 ആൾക്കാരെ ഞാൻ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ലോഗോ ഒന്ന് മാറ്റിയാൽ എങ്ങനെയുണ്ട് ചോദിച്ചു. ഇവന്മാർ അപ്പം തന്നെ പറഞ്ഞു, ഒരു കാരണവശാലും മാറ്റരുത്. ഇവർ മാറ്റണം എന്ന് പറഞ്ഞാൽ മാറ്റില്ലെന്ന്.